നമസ്കാരം, ഞാൻ ഷാൻ അടിമാലി. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ടിപ്പർ ചങ്ങാതി. അല്ലെങ്കിൽ ടിപ്പർ ചങ്ങാതിയിലെ ചങ്ങാതി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറേ യാത്രകളും കുറേ കാഴ്ചകളും അതേപോലെ തന്നെ എൻ്റെ കുറേ കുക്കിങ്, അതേപോലെ ഫിഷിങ്, അതേപോലെ കുറേ വീഡിയോസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയ ഒരു ചാനലാണ് ടിപ്പർ ചങ്ങാതി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഞാനൊരു ചാനൽ തുടങ്ങുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിച്ച് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കണ്ട്. ഇന്ന് ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് മറയൂർ ചന്ദനക്കാട് വഴിയാണ് പോകുന്നത്. മറയൂർ ചന്ദനക്കാട് വഴിയാണ് നമ്മൾ കാന്തല്ലൂർക്ക് പോകുന്നത്. അപ്പോൾ ഈ കാന്തല്ലൂർ എത്തുന്നതിന് മുമ്പായിട്ട് കുറേ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട്. അതുപോലെ തന്നെ മറയൂർ മുനിയറകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കയറിയിട്ട് ആണ് പോകുന്നത്. പിന്നെ ചിലപ്പോൾ ചന്ദനമര കാടുകളുടെ ഇടയ്ക്ക് മാനുകൾ, അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാലും നമുക്ക് നമ്മളിവിടെ കണ്ടത് അതിൻ്റെ ഉള്ളിൽ ശർക്കര ഉണ്ടാക്കുന്ന കരിമ്പ് കൃഷിയാണ്. ഈ തൊട്ട് താഴെ കാണുന്ന ആ കരിമ്പിൻ്റെ കൃഷികളാണ്. ഇവിടുന്ന് തന്നെ കരിമ്പെടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് നീരാക്കി എടുത്താണ് ശർക്കര ഉണ്ടാക്കുന്നത്. ഇതിൽ പോകുന്ന വഴിക്ക് ഒരു മുനിയറകളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. പഴയ മുനിമാരൊക്കെ അവർ തപസ്സിരുന്ന സ്ഥലമാണെന്നൊക്കെയാണ് പറയുന്നത്. കറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. മുനിയറകൾ കാണുന്നുള്ള മോഹം നമ്മളിവിടെ ഉപേക്ഷിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ എന്താ നിയമപ്രകാരം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നാലും നമുക്ക് പുറത്ത് എവിടെയെങ്കിലും മുനിയറകളുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കാന്തല്ലൂർ പോകുന്ന വഴിക്ക് വെട്ടുകാട് എന്ന് പറഞ്ഞ ഒരു ശർക്കര ഫാക്ടറിയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ പോയ വഴിക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറിയാണ്. അപ്പോൾ കറക്റ്റ് ജ്യൂസ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് എന്താണ് 1.5 മണിക്കൂർ പായസം പോലെയാവും. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് തണുപ്പിച്ചെടുത്തിട്ട് ഇതെല്ലാം ഉണ്ടയാക്കിയത് ഇതെല്ലാം ഉരുട്ടിയെടുക്കും അല്ലേ? അതൊക്കെ എടുത്തില്ലേ? നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. ഇവിടെ കുറേ മാൻകൂട്ടമൊക്കെ നിൽപ്പുണ്ട്. കാണിച്ചുതരാം. ഉണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? അപ്പോൾ എന്താണേലും നമ്മൾ മറയൂർ കാന്തല്ലൂർ പോയിട്ട് തിരിച്ച് മറയൂർ വഴി നമ്മൾ അടിമാലിക്ക് പോവുകയാണ്. അപ്പോൾ എന്താണേലും നമുക്ക് ഭാഗ്യമുണ്ട്. മാൻകൂട്ടങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട് മാൻകൂട്ടങ്ങൾ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.